ഹാഡിയ സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വരുവാണ്. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസിനും നമുക്ക് ഓരോ ഡേറ്റാണ് എൻട്രൻസ് കമ്മീഷൻ തന്നേക്കുന്നത്. ആ ഒരു ഡേറ്റിൽ തന്നെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ആർക്കിടെക്ചറിന് 21-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. 3 മണി വരെ സമയമുണ്ട്. ഫാർമസിക്കും 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയും 3 മണി വരെ സമയമുണ്ട്. ഏത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം. പക്ഷേ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുകാർക്ക്, എഞ്ചിനീയറിംഗ് പ്രോഗ്രാംകാർക്ക് ഓരോ ദിവസങ്ങളാണ് തന്നേക്കുന്നത്. ആ ഒരു കറക്റ്റ് ഡേറ്റിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ ഓരോ ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻ ഇട്ടേക്കുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ചില കോളേജസ്സാർ ലാസ്റ്റ് ടൈമിലാണ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കോളേജൊക്കെയാണെന്നുള്ളത്. അവരെല്ലാ വർഷവും അങ്ങനെയാണ്, കുറച്ച് ലേറ്റായിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ വരിക. സോ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. മിക്കവാറും അതും സെയിം ആയിരിക്കും. പക്ഷേ അറിയാമല്ലോ, ഇപ്പോൾ പല കോളേജസിലും ഈ പറയുന്ന എല്ലാ കോഴ്സുകളൊന്നുമില്ല. ഉള്ള കോഴ്സുകളുടെ ടൈമുകൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ടൈമിൽ തന്നെ ചെല്ലുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം, ഏറ്റവും പ്രത്യേകത ലാസ്റ്റ് ദിവസം, അത് 3 മണി വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ചില കോളേജസ് 1 മണി മുതൽ 4 മണി വരെ എന്നൊക്കെ സമയം പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ലാസ്റ്റ് ദിവസം, ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് തരുന്ന ആ ലാസ്റ്റ് ദിവസം 3 മണി വരെ മിക്കവാറും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡേറ്റാസ് എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ ആ 3 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയുവാണ്, നിങ്ങളുടെ കോളേജിൽ വന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ വെബ്സൈറ്റിൽ വന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിന് നമുക്ക് അതുപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ അത്രയും കോഴ്സുകൾക്ക് നമുക്ക് 21-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ്. CS ഡയറി ടെക്നോളജി, CS-ന് 8:30 മുതൽ 1 മണി വരെയാണ് പറഞ്ഞേക്കുന്നത് 21-ാം തീയതി. ഡയറി ടെക്നോളജി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രിൻറ്റിംഗ് ടെക്നോളജി, ഇത്രയും 21-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയാണ് സമയം പറഞ്ഞേക്കുന്നത്. EC 22-ാം തീയതി 8:30-ക്കാണ്, രാവിലെ 8:30-ക്കാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻ്റർനെറ്റ് തിങ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, അതുപോലെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഇത്രയും കോഴ്സുകൾ 22-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയുള്ള ടൈമിലാണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 23-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയുള്ള ടൈമാണ്. ബിടെക് അഗ്രി എഞ്ചിനീയറിങ്ങിനും, അതുപോലെ തന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിനും, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനും, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിങ്ങിനും, അതുപോലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിനും, ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിങ്ങിനും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എഞ്ചിനീയറിങ്ങിനും, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഇത്രയും കോഴ്സുകൾക്ക് 23-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 23-ാം തീയതി 8:30 മുതൽ 1 മണി വരെയാണ്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 23-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയാണ്. ആ ടൈമിൽ വരുന്ന മറ്റു കോഴ്സുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി 24-ാം തീയതി ആണ് കേട്ടോ. ഈ പറഞ്ഞ കോഴ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ 24-ാം തീയതി 1 മണിക്കാണ്. ഇനി പറയുന്ന കോഴ്സുകൾ 24-ാം തീയതി 1 മണിക്കാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഒക്കെ 24-ാം തീയതി 1 മണി മുതൽ 4 മണി വരെയുള്ള ടൈമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 24-ാം തീയതി 8:30-ക്കാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് 27-ാം തീയതി 1 മണി മുതൽ 3 മണി വരെയുള്ള ടൈമാണ്. AI ആൻഡ് മെഷീൻ ലേണിംഗ് 27-ാം തീയതി 1 മണിക്ക് തന്നെയാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിസിനസ് സിസ്റ്റം, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി, ഇത്രയും കോഴ്സുകളും അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് DS, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ്റർനെറ്റ് തിങ്സ്, ഇത്രയും കോഴ്സുകളൊക്കെ വരുന്നത് 27-ാം തീയതി 1 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ ഡേറ്റ് ആണോ അതനുസരിച്ചിട്ട് പോവാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.